നിലമ്പൂർ പോലുള്ള 70% വനപ്രദേശമുള്ള ആ പ്രശ്നം പരിഹരിക്കാൻ വി.എസ്. ജോയ് സ്ഥാനാർത്ഥിയായാലേ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നതിൽ ഒരു വർഗീയ ഒരു പരാമർശമില്ലേ? അപ്പുറത്ത് മറ്റൊരു സ്ഥാനാർത്ഥി യു.ഡി.എഫ് നിർത്തുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യില്ല എന്നാണോ കാണേണ്ടത്? പിന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ്? മുസ്ലിം സംഘടനകൾക്ക് താല്പര്യമില്ല ആര്യടൻ ഷൗക്കത്തിനെ എന്ന്. ആര്യടൻ ഷൗക്കത്തിനെ നമുക്കറിയാം. ആര്യടൻ ഷൗക്കത്ത് ഒരു പുരോഗമന നിലപാടുള്ള മുസ്ലിമാണ്. അത് അങ്ങനെയല്ലാതെ തീവ്രമായി ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗത്തിൻ്റെ പിന്തുണ നേടിത്തരില്ല എന്നാണ് അപ്പുറത്ത് പി.വി. അൻവർ പറയുന്നത്. കോൺഗ്രസ് എന്തായാലും കോൺഗ്രസിനൊരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ അവിടെ വരുന്ന 46% വരുന്ന മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് എന്നുള്ളത് അത് കിട്ടാനുള്ള സാധ്യതകളൊക്കെ ആരഞ്ഞിരിക്കും. ലീഗിനെ സംബന്ധിച്ചാണെങ്കിലും അവിടെ നല്ല മലപ്പുറത്ത് ലീഗിന് നല്ല സ്വാധീനമുള്ള മേഖലയാണ്. മലപ്പുറത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന നിലമ്പൂരിലും ലീഗിന് ഒരു നിലപാടുണ്ട്. അപ്പോൾ ലീഗിനും സ്വീകാര്യനായ ആളാണ് ആര്യടൻ ഷൗക്കത്ത് എന്നുള്ളത് വ്യക്തമാണല്ലോ. അങ്ങനെയാണല്ലോ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം വരുമ്പോൾ അതിനെതിരെ പുറത്ത് പ്രതികരിക്കുക, അതിലപ്പുറവും കടന്ന് എന്താണെന്ന് അദ്ദേഹം പറഞ്ഞത്? കോൺഗ്രസ് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അതിൻ്റെ സന്തോഷം പങ്കിടുന്ന നിമിഷത്തിൽ തന്നെ പറയുകയാണ് ആര്യടൻ ഷൗക്കത്ത് അപ്പുറത്തേക്ക് പോകാൻ ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയ ആൾ ഇനി എങ്ങനെയാണ് ഇനി മുന്നണി പ്രവേശനത്തിന് കാത്തിരിക്കുക എന്നൊരു ചോദ്യമുണ്ട്.